കെ.സി. വേണുഗോപാലിന്റെ രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ ഉത്തരമുട്ടി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. കെ.സി. വേണുഗോപാൽ ജയിച്ചാലും രാജ്യസഭാ സീറ്റ് കോൺഗ്രസ് ജയിക്കുമെന്ന കെ. സുധാകരന്റെ പച്ചക്കള്ളം. രാജ്യസഭയിലെ മാറ്റങ്ങൾ സ്വാഭാവികമെന്ന സതീശന്റെ ന്യായീകരണവും പുറത്തുവന്നിരിക്കുകയാണ്. സമഗ്ര വിവരങ്ങൾ നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് പങ്കുവയ്ക്കും. നൃപൻ. അഞ്ജന, നിലവിൽ രാജസ്ഥാനിലെ രാജ്യസഭാ അംഗമാണ് കെ.സി. വേണുഗോപാൽ. ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് BJP ആണ്. ഇനി ഒരു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് ഒഴിവരുകയാണെങ്കിൽ, അവിടെ നടത്തുകയാണെങ്കിൽ സ്വാഭാവികമായും അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയില്ല. 2 വർഷം ഇനിയും അധികം ബാക്കിയുണ്ട്. ആ കാലാവധിക്കിടയിലാണ് ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കെ.സി. വേണുഗോപാൽ മത്സരിക്കാനെത്തുന്നത്. ഇതാണ് ഇടതുപക്ഷം വിമർശനമായി ഉന്നയിച്ചത്. അതിലാണ് ഇന്ന് വിചിത്രമായ മറുപടി KPCC അധ്യക്ഷൻ സുധാകരൻ നടത്തിയത്. അദ്ദേഹം പറഞ്ഞത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് രാജസ്ഥാനിൽ ഒഴിവരുന്ന സീറ്റ് നടത്തിയിരുന്നാലും അവിടുന്ന് കോൺഗ്രസ് ജയിക്കുമെന്നതാണ്. അത് വിചിത്രമായ മറുപടിയാണ്. വസ്തുതാപരമായ വലിയ പിശകാണ്. അതാണ് പുതിയ വിവാദത്തിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ വോട്ടിൻ്റെ ശതമാനം അനുസരിച്ചല്ലേ ഈ രാജ്യസഭ നമുക്ക് കിട്ടിയത്. സീറ്റ് നഷ്ടപ്പെടുകയൊന്നുമില്ല. സീറ്റ് നഷ്ടപ്പെട്ടെങ്കിൽ മൊത്തം നേരത്തെ ഉണ്ടായിരുന്ന സീറ്റ് മൊത്തം പോകണം, നഷ്ടപ്പെടണം. നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. നമ്മുടെ സീറ്റ് നമുക്ക് അവിടെ ഉണ്ട്. ആ സീറ്റ് വെച്ച് നമ്മളെ വേണുവിൻ്റെ സീറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാമല്ലോ. സമാന വിഷയത്തിൽ ഇന്ന് കോൺഗ്രസിൻ്റെ 2 പ്രധാനപ്പെട്ട നേതാക്കളും വിചിത്രമായ ന്യായീകരണം നടത്തി. അതൊന്ന് രമേശ് ചെന്നിത്തലയും നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനുമാണ്. അവർ രണ്ടുപേരും പൂർണ്ണമായി KPCC അധ്യക്ഷൻ കെ. സുധാകരൻ പറഞ്ഞതുപോലെ അല്ലെങ്കിലും ന്യായീകരിക്കുന്നതാണ് കണ്ടത്. നമ്മളിപ്പോൾ നോക്കുന്നത് എന്താ, ഇന്ത്യയിലെ ലോകസഭയിൽ കോൺഗ്രസ് അംഗങ്ങളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക. മനസ്സിലായില്ലേ? അതുകൊണ്ട് ചിലപ്പോൾ MLA മത്സരിക്കും, അതുകൊണ്ട് ചിലപ്പോൾ രാജ്യസഭാംഗങ്ങൾ മത്സരിക്കും, പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കും. അല്ല, അതൊക്കെ രാജ്യസഭയിലൊക്കെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുമ്പോൾ അതിൽ വ്യത്യാസം വരുമല്ലോ. അതോടൊപ്പം തന്നെ ഇന്ന് KPCC അധ്യക്ഷൻ മറ്റൊരു വിവാദത്തിന് തിരികൊളുത്തി. അദ്ദേഹം പറഞ്ഞത് നിലവിൽ കോൺഗ്രസ് അംഗങ്ങൾ, കേരളത്തിൽ നിന്നടക്കം തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് അംഗങ്ങളുടെ പാർലമെൻറ്റിലെ പെർഫോമൻസ് കാര്യക്ഷമമല്ല എന്ന തരത്തിലും അദ്ദേഹം വിലയിരുത്തി. കാരണം അതൊരു പ്രതികരണം വലിയ വിവാദമായിരിക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള ഇടതുപക്ഷം വലിയ തരത്തിൽ വിമർശനമായി ഉന്നയിക്കുന്നത് 18 പേരെ എന്തിനാണ് തിരഞ്ഞെടുത്ത് കേരളത്തിലെ ജനങ്ങൾ പാർലമെൻറ്റിലേക്ക് അയച്ചത് എന്നതാണ് ചോദ്യം. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ചോദിച്ചത് അതാണ്. അത് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ് KPCC അധ്യക്ഷൻ കെ. സുധാകരൻ. പറഞ്ഞത് ഈ പറഞ്ഞ കെ.സി. വേണുഗോപാലിൻ്റെ ആലപ്പുഴയുടെ മത്സരമായിട്ട് ബന്ധപ്പെട്ടാണ്. അദ്ദേഹം പറഞ്ഞത് നിലവിൽ പാർലമെൻറ്റിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല, അതുകൊണ്ട് അത് കാര്യക്ഷമമായി നയിക്കാൻ കഴിയുന്ന കഴിവുള്ള ഒരു ലീഡർ വേണം, അതിനുവേണ്ടിയാണ് കെ.സി. വേണുഗോപാൽ മത്സരിക്കുന്നതെന്നാണ്. നമുക്ക് പാർലമെൻറ്റിൽ നല്ല കരുത്തുള്ള ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിന് അനിവാര്യമാണ്. ഇന്ത്യൻ പാർലമെൻറ്റിൽ നമുക്കൊരു പ്രതിപക്ഷം എന്ന നിലക്ക് വേണ്ടത്ര കരുത്ത് കാണിക്കാൻ സാധിക്കാറില്ല. കാരണം അതിനുള്ള നേതൃത്വം അവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഒരു നേതൃത്വം ആവശ്യമാണ്. ആ വേണു അതിന് പ്രാപ്തനാണ്. അതുകൊണ്ട് തന്നെ ആ വേണു പാർലമെൻറ്റിൽ വേണം. അത് ഞങ്ങളെല്ലാവരുടെയും ആവശ്യമാണ്. കാര്യങ്ങൾ എന്നിരുന്നാലും വലിയ തരത്തിലുള്ള വിവാദങ്ങളിലേക്ക് പോകുന്നു. 20 പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ സ്വാഭാവികമായി ജനങ്ങൾ ഇത് ചോദിക്കും, കോൺഗ്രസിനോട് ഇത് ചോദിക്കും. അത് എന്ത് മറുപടിയാണ് വരുന്ന ദിവസങ്ങളിൽ കോൺഗ്രസ് നേതാക്കന്മാർ പറയുക എന്നതിനുള്ള ഉത്തരമാണ് ഇന്ന് പ്രധാനപ്പെട്ട നേതാക്കളുടെ 3 പേരുടെയും പ്രതികരണം. വ്യക്തമായ ഉത്തരം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പറയാൻ കഴിയുന്നില്ല. കാരണം നിലവിൽ ഇനി 2 വർഷത്തിലധികം കാലാവധിയുള്ള കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ വന്ന് മത്സരിക്കുന്നതിൽ ഒരു ദുരൂഹതയുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ വാർ റൂമിൻ്റെ ചുമതലയുള്ള ആളായതുകൊണ്ടാണ് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തതെന്നാണ്. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിന് ആ ചുമതലയൊക്കെ ഉണ്ട്. എന്നിട്ടും അദ്ദേഹം ആലപ്പുഴയിൽ മത്സരിക്കാൻ എത്തുന്നു. അത് ആരുടെ താല്പര്യമെന്ന ചോദ്യമാണ് ന്യായമായി വരുന്നത്. അത് കെ.സി. വേണുഗോപാലിൻ്റെ താല്പര്യം തന്നെയാകും. അതിന് പിന്നിലുള്ള സ്ഥാപിത താല്പര്യം എന്താണ്, അതിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യം ഉയരുന്നുണ്ട്. അതാണ് ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്നത്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ചർച്ചയായി ഇത് മാറാനാണ് സാധ്യത. അഞ്ജന.